അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്തഫ വ അലാ ആലിഹി വസ്വഹാബിഹി ശുറഫ. അമാ ബഅദ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ റമദാനിന് ശേഷം നമ്മളൊക്കെ ഖുർആൻ വായന അല്ലെങ്കിൽ പഠനം തുടങ്ങിയോ എന്നതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ വലിയ വായിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാസ്തികർ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ മതനിഷേധികളും മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പല ആളുകളും കേവലം ഒരു നാമമാത്ര മുസ്ലിമായി ജീവിക്കുന്ന, എന്നാൽ നാമം കൊണ്ട് മാത്രമല്ലാതെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിനെ അടയാളപ്പെടുത്താത്ത ആളുകൾ, ഇങ്ങനെ പല തട്ടിലുള്ള ആളുകളാണ് മതത്തെ ഒരു ചൂഷണോപാധിയും മതത്തെ വികലമായി തൻ്റെ സ്വാർത്ഥമായ താല്പര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുമൊക്കെയാണ് പലപ്പോഴും ഈ നിരീശ്വര നിർമ്മതവാദഗതി നടത്തുന്ന ആളുകളുടെ ഇഷ്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വിമർശന ഹേതു അവരാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാനുള്ള മാനസികാവസ്ഥ പലപ്പോഴും ഈ വിമർശകർ കാണിക്കാറില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായാൽ മതി. ആ കാരണങ്ങളെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും അവർ വിമർശന ബുദ്ധിയാ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എത്രത്തോളം അർത്ഥവത്തായ വിധത്തിൽ പഠിച്ചെടുക്കുകയും അതിനനുസരിച്ച് പ്രവൃത്തി പദത്തിൽ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും വിശുദ്ധ റമദാൻ മാസത്തിൽ കാണുന്ന ഒരു ആവേശവും മതത്തോടുള്ള ഒരു കൂറും പ്രതിബദ്ധതയുമൊന്നും ജനസാമാന്യത്തിന് പലപ്പോഴും അത് കഴിഞ്ഞാൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ച് അജ്ഞരായിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ ഇസ്ലാം വിമർശകരും ഏറെ കരുത്തോടുകൂടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളിത് പഠിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ആ ഖുർആൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ സമയം കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമൊന്നുമില്ല. കാരണം 24 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മുടെ ഭൗതികമായ ചുറ്റുപാടുകളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 മിനിറ്റ് സാധാരണ ഈ യോഗ പഠിച്ച ആളുകൾ, യോഗയും മെഡിറ്റേഷനൊക്കെ പഠിച്ച ആളുകൾ അതൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് പോലെ നമുക്ക് 5 നേരം അള്ളാഹുവിനെ പ്രാർത്ഥിക്കുവാനും നമസ്കരിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുവാനും എന്തുകൊണ്ട് സമയം കണ്ടെത്തിക്കൂടാ? അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി, ഡേ ലൈഫിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ അജണ്ടയിൽ ഉൾപ്പെടുത്താൻ കഴിയുമ്പോഴാണ് ഇത്തരം വിമർശനങ്ങളെ അതിജയിക്കാൻ കഴിയുക. നമുക്കറിയാം, ഖുർആനിൻ്റെയും പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിലുമൊക്കെ അവസാന കാലത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളും കഠിനമായ പ്രയാസങ്ങളും വെല്ലുവിളികളും ആദ്യകാലത്തുണ്ടായിട്ടുണ്ട്. അക്കാലത്തും നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, മതനിഷേധികൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ അതിജയിച്ചൊരു വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ് എന്നുള്ള നിലക്ക് ആധുനികമായ ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ അഥവാ ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്ന ഓരോ വിഷയങ്ങളും
പഴയതിൻ്റെ ആവർത്തനങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം മുതൽക്ക് മറ്റുള്ള പല കാര്യങ്ങളിലും നമുക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ സാധിക്കും. ഇസ്ലാം വിമർശനം അതിൻ്റെ എല്ലാ തലങ്ങളും അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം കൊണ്ട് തുറന്നാൽ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ മറ്റു പല കാരണങ്ങളുമുണ്ട്. വിശദമായി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കാം. എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിനെ അടുത്തറിഞ്ഞും ആശയം മനസ്സിലാക്കിയും വിശദമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അറിഞ്ഞും പാലിച്ചും ജീവിക്കാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കണം. അതുപോലെ ജനോപകാരപ്രദമായ നന്മകളിൽ മുഴുകിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ശരിയായ അന്തസ്സ്, അർത്ഥം, ആശയം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.